പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിന് മുൻപിൽ ഒരു പോസ്റ്റർ പതിപ്പിച്ചു. ആ പോസ്റ്റർ ഇങ്ങനെയാണ്: 3 ദിവസം കഴിയുമ്പോൾ ഞാനൊരു രാജകീയമായിട്ടുള്ളൊരു ബൊഫെ ഡിന്നർ എല്ലാവരെയും സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആർക്കും അതിൽ പങ്കെടുക്കാം, പക്ഷേ രാജവസ്ത്രം അല്ലെങ്കിൽ രാജകീയ വസ്ത്രം അതിന് വേണം. അങ്ങനെ ആ പോസ്റ്റർ പതിപ്പിച്ചതിൻ്റെ അടുത്ത ദിവസം ഒരു ഭിക്ഷ യാചിക്കുന്നയാള് ആ രാജകൊട്ടാരത്തിന്റെ മതിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ആ മതിലാണ് ഈ പോസ്റ്റർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ യാചകന് വലിയ സന്തോഷം തോന്നി. ഞങ്ങളുടെ രാജാവ് എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷേ ഈ രാജകീയ വസ്ത്രം എവിടെ നിന്നും ലഭിക്കും? പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ധൈര്യം വന്നു. അദ്ദേഹം ഒരു ഭിക്ഷക്കാരനാണ്, കീറി പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്. പെട്ടെന്നൊരു ധൈര്യം വന്ന് ആ രാജകൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് സെക്യൂരിറ്റി ഗാർഡിനോട് ചെന്ന് ചോദിച്ചു, എനിക്ക് രാജാവിനെ ഒന്ന് കാണാൻ ഒക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിച്ചത്. എന്തായാലും ഈ കൊട്ടാര കാവൽക്കാരൻ പറഞ്ഞു, തീർച്ചയായിട്ടും കാണാമല്ലോ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ഈ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് രാജസന്നിധിയിൽ പോയി നിന്നിട്ട് പറയുകയാണ്, രാജാവേ, അങ്ങ് ഒരുക്കുന്ന ആ വലിയ ബാങ്ക്വറ്റിന്റെ അകത്ത് എനിക്കും പങ്കെടുക്കണം, പക്ഷെ എനിക്ക് രാജകീയമായ വസ്ത്രമില്ല, മുഷിഞ്ഞ വസ്ത്രമേ ഉള്ളൂ. രാജാവ് അദ്ദേഹത്തിന്റെ താല്പര്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധൈര്യവും കണ്ടിട്ട് ഒരു രാജകുമാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തിന്റെ ഈ വസ്ത്രം മാറ്റി നിന്റെ രാജകീയ വസ്ത്രം അണിയിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഈ രാജകുമാരൻ തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഈ ഭിക്ഷക്കാരന്റെ പഴയ വസ്ത്രമെല്ലാം മാറ്റി അദ്ദേഹത്തിന് പ്രിൻസിന്റെ, രാജകുമാരന്റെ നല്ല റോയൽ വസ്ത്രം കൊടുത്തു. അപ്പോൾ ആ പഴയ വസ്ത്രം അവിടെ താഴെ കിടപ്പുണ്ട്. അപ്പോൾ അത് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഈ രാജകുമാരൻ പറഞ്ഞു, അല്ലയോ യാചക, നിനക്കിനി അതിന്റെ ആവശ്യം വരികയില്ല. നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് രാജകീയമായ വസ്ത്രമാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് വർഷങ്ങളോളം നിലനിൽക്കുന്ന വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ താങ്കൾ മരിക്കുന്നത് വരെ അത് നിലനിൽക്കും, അതുകൊണ്ട് അത് എടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ ചിന്തിച്ചു, ഈ യാചകൻ ചിന്തിച്ചു, എങ്ങാനും നാളെ ഇത് എടുക്കപ്പെട്ട് കഴിഞ്ഞാലോ, ഈ പുതിയ രാജകീയ വസ്ത്രം നഷ്ടപ്പെട്ടാലോ, അത് കീറിപ്പോയാലോ, ഒരു ബാക്കപ്പ് ആയിട്ട് ഇരിക്കട്ടെ എന്നോർത്ത് ഈ വസ്ത്രത്തിന്റെ അകത്ത്, ഈ രാജകീയ വസ്ത്രത്തിന്റെ അകത്ത് ആ മുഷിഞ്ഞ പഴയ വസ്ത്രത്തെ കൂടെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ബാങ്ക്വറ്റിൽ യാചകൻ രാജകീയ വസ്ത്രമിട്ട് വന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഇതിൽ പങ്കെടുത്തു. തിരിച്ച് ഭവനത്തിലേക്ക് പോയി. ഭവനത്തിലേക്ക് പോയപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, അയ്യോ, യാചകൻ ഇപ്പോൾ യാചകനല്ല, രാജകീയമായിട്ടുള്ള കാര്യങ്ങളായി അദ്ദേഹത്തെ ഓണർ ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും തുടങ്ങി. പക്ഷെ ഓർക്കണമേ, വീട്ടിൽ ആ പഴയ റാഗ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഇതും കൂടെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കാം, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഈ വസ്ത്രം എന്തെങ്കിലും രാജാവ് എടുത്തു കളഞ്ഞാൽ എനിക്കത് ഇടാമല്ലോ എന്നൊരു അവിശ്വാസ ചിന്തയോടുകൂടെ താൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ പോകുന്നിടത്തെല്ലാം താൻ ഈ വസ്ത്രവുമായിട്ട് പോയത്, പഴയ വസ്ത്രം കയ്യിലും പുതിയ രാജകീയ വസ്ത്രം ഇട്ടേക്കാണ്. ശരിക്കും ആ രാജകുമാരൻ പറഞ്ഞതുപോലെ ശരിയായിരുന്നു. ആ വസ്ത്രം കാലങ്ങളോളം നിലനിന്നു, കാലങ്ങളോളം. അങ്ങനെ ഒരു ദിവസം ഈ യാചകൻ മരിക്കാൻ തുടങ്ങിയ, മരിക്കുമ്പോഴും വസ്ത്രം ഇട്ടിരിക്കുന്നത് രാജകീയ വസ്ത്രം, പക്ഷെ കയ്യിൽ ആ പഴയ വസ്ത്രം കയ്യിലുണ്ട്. അത് സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇത്രയും കാലമായിട്ട് മുഷിഞ്ഞ വസ്ത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മരിക്കാൻ കിടന്നപ്പോഴത്തേക്ക് ആളുകളൊക്കെ പറഞ്ഞു, ആ യാചകനെ നിങ്ങൾക്ക് അറിയത്തില്ലേ, രാജകീയ വസ്ത്രമുണ്ട്, പക്ഷെ ഇപ്പോഴും മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് നടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനാ മരിച്ചത് എന്ന് പറഞ്ഞ് ഒരു നെഗറ്റീവ് എൻഡാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് സകലത്തെ പുതിയതാക്കിയിരിക്കുന്നു, പഴയതോ കഴിഞ്ഞുപോയി. ഈ യാചകന്റെ ജീവിതത്തെ പോലെയാണ് നമ്മുടെ പലരുടെയും ജീവിതം. കർത്താവ് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പാപി എന്നുള്ള വസ്ത്രത്തെ കർത്താവ് മാറ്റി രാജാവിന്റെ വസ്ത്രത്തെ നമുക്ക് തന്നിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഒരു ടെൻഡൻസിയാണ്, രാജവസ്ത്രം ഇട്ടാലും ഇടയ്ക്കിടയ്ക്ക് പാപത്തിന്റെ ആ മുഷിഞ്ഞ വസ്ത്രവും കൂടെ ഒന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സന്തോഷമില്ല എന്നുള്ളത്. അങ്ങനെങ്കിൽ ഈ യാചകൻ മരിച്ചതുപോലെ രാജകീയ വസ്ത്രം ഇട്ടു മരിച്ചു എന്നല്ല ആളുകൾ പറയാൻ പോകുന്നത്, ആ മുഷിഞ്ഞ വസ്ത്രം കയ്യിൽ വെച്ച അപ്പച്ചൻ മരിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. ഇന്ന് രാവിലെ നമുക്കൊരു തീരുമാനം എടുക്കാമോ? സകലത്തെയും പുതിയതാക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ ഒരു വസ്ത്രമുണ്ട്. ഗലാത്യർ 3:27 പറയുന്നു, ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനപ്പെട്ട ഏവരും
ക്രിസ്തുവിനെ ധരിക്കുന്നു. നമ്മുടെ ജഡത്തെ നമ്മൾ ഊരിവെച്ച്, ജഡപ്രകാരമുള്ള ഇഷ്ടങ്ങൾ ഊരിവെച്ച്, പാപത്തിന്റെ ഇഷ്ടങ്ങൾ ഊരിവെച്ച്, ലോകവും അതിന്റെ മോഹം ഊരിവെച്ച് യേശുവിനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പുതിയ സൃഷ്ടിയായതുകൊണ്ട് പഴയതിനെ നിങ്ങൾ എടുത്ത് കയ്യിൽ വയ്ക്കരുത്. പഴയതിന് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവ് പുതിയതാക്കിയിരിക്കുന്നു. പുതിയതിൽ ജീവിക്കുക, പുതിയതായിട്ട് തന്നെ ജീവിക്കുക. പുതുമയിൽ നിങ്ങൾ കർത്താവ് വളർത്തിക്കൊണ്ട് തന്നെ ഇരുന്ന് ജീവന്റെ പുതുക്കത്തിൽ നിങ്ങളെ നടത്തട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങളെല്ലാവരുടെയും ജീവിതം യാചകനെ പോലെ മുഷിഞ്ഞ വസ്ത്രവുമായിട്ടാണ് ഞങ്ങൾ ഈ ഭൂമിയിലായിരുന്നത്. എന്നാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ യേശുവിനെ അനുഭവിച്ചപ്പോൾ പാപത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ആ വൃത്തികെട്ട ജീവിത അനുഭവങ്ങളുടെ വസ്ത്രം ഞങ്ങളിൽ നിന്നും ഊരിവെച്ച് ഞങ്ങൾക്ക് നീതിയുടെ അങ്കി അങ്ങ് നൽകി. അങ്ങേ തന്നെ ഞങ്ങളുടെ വസ്ത്രമായിട്ട് നൽകി. അത് ധരിച്ച് എന്നും ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കുവാൻ, പുതുക്കം പ്രാപിച്ച് ജീവിക്കുവാൻ, രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും, എൻ്റെ ശബ്ദപരിധിക്കുള്ളിലുള്ള എല്ലാവരെയും ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.